കമ്മാടത്തെ പതുക്കിയുള്ളത് പാളമുടിയാണ്. പാളമുടി എന്ന് പറയുന്നത് ഇതിൻ്റെ മുടി മൊത്തം തീർക്കൽ പാളയിൽ വരച്ചിട്ടാണ്. പാളയിൽ നമ്മൾ അതിൻ്റെ കണക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കണക്കും കാര്യങ്ങളനുസരിച്ച് വരച്ചിട്ട് അതായത് 21 പാളയാണ് കണക്ക്. 21 പാളയിൽ കൂടുതൽ ചേർക്കലില്ല. ആ മുടിക്ക് മൊത്തമായിട്ട് 21 പാള കൊണ്ട് തീർത്തിട്ടാണ് പണ്ട് കാലത്ത് കഴിക്കൽ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ പാള കിട്ടാനുള്ള ഒരു ദൗർലഭ്യം കൊണ്ട്, കാരണം വെച്ചാൽ ഇപ്പം കൃഷിക്കെല്ലാം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഉത്തര കേരളത്തിലെ തെയ്യം പോലുള്ള വിവിധ കലാരൂപങ്ങളിൽ കമുകിൻ്റെ പാളകൾ, വാരി തുടങ്ങിയ പല ഭാഗങ്ങളും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ഇതിനനുയോജ്യമായ വലിപ്പവും വഴക്കവുമുള്ള പാളകൾ നിലവിലുള്ള പല കമുകിനങ്ങളിൽ നിന്നും ലഭ്യമാകാറില്ല. ഇത്തരുണത്തിൽ കാസർഗോഡ് ലോക്കൽ എന്ന കമുകിനത്തിൻ്റെ പാളകൾ ഇതിനനുയോജ്യമാണെന്ന് കേരള കാർഷിക സർവകലാശാല കണ്ടെത്തുകയും ഇതിന്റെ തൈകൾ ആദ്യഘട്ടത്തിൽ പടയണിക്കരകളിൽ വിതരണം ചെയ്യുകയും ഉണ്ടായി. ഉത്തര കേരളത്തിലെ തെയ്യങ്ങളായ കാരഗുളികൻ, കമ്മാടത്ത് ഭഗവതി, പൊട്ടൻ തെയ്യം എന്നീ തെയ്യങ്ങൾക്കും കോതാമൂരിയാട്ടം പോലുള്ള മറ്റ് അനുഷ്ഠാന കലകൾക്കും അനുയോജ്യമായ കമുകിൻ പാളയുടെ ദൗർലഭ്യം നേരിടുന്നുണ്ട്. ഇത്തരം കലാരൂപങ്ങളെ സംരക്ഷിച്ചു നിർത്തേണ്ടതിലേക്കായി കാർഷിക സർവകലാശാല 2ാം ഘട്ടം എന്ന നിലയ്ക്ക് കാസർഗോഡ് ലോക്കൽ എന്ന കമുകിനത്തിൻ്റെ തൈകൾ ഇവിടെയും വിതരണം ചെയ്യുകയുണ്ടായി. ഇതനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ കളിയാട്ട സ്ഥാനങ്ങളായ അറ, മുണ്ട്യ, കാവ്, പതി, പള്ളിയറ എന്നിവിടങ്ങളിൽ 5000 കമുകിൻ തൈകളാണ് വിതരണം ചെയ്തത്. കേരള കാർഷിക സർവകലാശാലയോടൊപ്പം ICAR അട്ടാരി, കേരള ഫോക്ലോർ അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഈ സംരംഭം നടന്നത്. The recent hybrids are not suitable for addressing the cultural needs of the artist needs or folklore needs of the people of this state. So we are giving this native germplasm multiplied by our Krishi Vigyan Kendra and the participation of our cultural academy and the Kerala Agriculture University and Indian Council of Agriculture Research. We have made a beautiful planning to give this material to the farmers and the artists of the Theyyam artists. പലപ്പോഴും വളരെ അത്ഭുതത്തോടുകൂടി, വളരെ ആദരവോടുകൂടി നാം നോക്കിക്കാണുന്ന പ്രവർത്തനങ്ങളാണ് കാർഷിക സർവകലാശാലയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഫോക്ലോർ അക്കാദമി ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും അവർ വളരെ ആർജവത്തോടുകൂടി ഏറ്റെടുത്ത് കൃഷിയെയും കലയെയും തമ്മിൽ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകം പുതിയ പുതിയ പ്രോഗ്രാമായിട്ട് വരുമ്പോൾ ഈ നമ്മുടെ അന്യം നിന്നുപോയ കലകളെ എങ്ങനെ സംരക്ഷിക്കണം, അതിലൂടെ കൃഷിയെയും കൂടി നമ്മൾ അറിഞ്ഞോ അറിയാതെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ടെക്നോളജിയും കൂടി അറിയാതെ വരികയാണ് അതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന് പുറമെ ഇതൊരു വരുമാന മാർഗമായിട്ട് മാറും. കേവലം ഞാൻ പറഞ്ഞത് അടക്ക എന്ന് പറയുന്നത് കേവലം ഇത് നമ്മുടെ അനുഷ്ഠാന കലകൾക്കുള്ള സമയങ്ങൾക്ക് പുറമെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള അടക്കയും ഇതിൻ്റെ കൂടെ വരുമ്പോൾ അത് മറ്റൊരു തരത്തിൽ വരുമാന മാർഗം കൂടി ആവുന്നു എന്നതിനെക്കുറിച്ച് തിരിച്ചറിയാം. അപ്പോൾ ഈ ഒരു കൾച്ചറും അതുപോലെ തന്നെ വരുമാനവും കൂടി ഒരുമിച്ച് വരുമ്പോൾ കൃത്യമായിട്ടുള്ള സാങ്കേതികവിദ്യ അവിടെ എത്തുമ്പോൾ അതൊരു കൂട്ടായ്മയുടെ പരിണത ഫലമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള രീതി നമുക്ക് അവലംബിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കൊണ്ടുപോകുന്ന കവുങ്ങൻ തൈകൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് കുഴിച്ചു വെപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവർ എന്താണ് മണ്ണ്, എന്താണ് മണ്ണിൻ്റെ മണം, എന്താണ് വൃക്ഷം എന്നൊക്കെ തിരിച്ചറിയുവാനുള്ള അവസരം കൂടിയാണത്. അതുകൊണ്ട് അങ്ങനെ ഇത്രയും കവുങ്ങൻ തൈകൾ വളർന്നു പടരട്ടെ, നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവയൊക്കെ വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
കണ്ണൂരിനോടൊപ്പം കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലെ കളിയാട്ട സ്ഥാനങ്ങളിലും തറവാടുകളിലും ക്ഷേത്രങ്ങളിലും 1000 കാസർഗോഡ് ലോക്കൽ കമുകിൻ തൈകൾ വിതരണം ചെയ്തു. കാർഷിക സർവകലാശാലയ്ക്കും ICAR അത്താരിക്കുമൊപ്പം തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് കമുകിൻ തൈകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശം ചെറുവത്തൂരിനപ്പുറം തിമിരി വയലിൽ വലിയ വളപ്പിൽ ചാമുണ്ടി എന്ന തെയ്യമാണ് വിത്ത് വിതക്കാൻ വേണ്ടി കൂടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം തെയ്യം വിത്ത് വിതക്കുമെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം മറ്റൊന്നാണ്. പക്ഷേ തിമിരി വയലിൽ ആദ്യത്തെ വിത്ത് വിതക്കുന്നത് വലിയ വളപ്പിൽ ചാമുണ്ടി പറയുന്ന തെയ്യമാണ്. അതുപോലെ തന്നെ ഓരിയേരക്കാവിലെ കാർത്തിക ചാമണ്ടിയാണ് കാലിച്ചാൻ തെയ്യത്തിന്റെ കൂടെ കൂടിയിട്ട് ആ പ്രദേശത്തെ കാർഷിക രംഗത്തെ കാര്യങ്ങളൊക്കെ അന്യോന്യം സംസാരിക്കുകയും പറയും, ഒരു ചർച്ചയിലേക്കൊക്കെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ കാലിച്ചാൻ തെയ്യം, കാലിയും കരക്കയുമുള്ള സ്ഥലങ്ങളിൽ പശുക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തെയ്യം എല്ലാ വീടുകളും കയറി ഇറങ്ങി വരികയാണ്. അവിടുത്തെ കാലിയെയും കരക്കയും ഒക്കെ നിരീക്ഷിച്ചിട്ട് പിന്നെ വീട്ടമ്മമാർ കൊടുക്കുന്ന പാലൊക്കെ കുടിച്ച് ശ്രീകൃഷ്ണന്റെ സങ്കല്പമാണ് കാലിച്ചാൻ തെയ്യമായിട്ട് വരുന്നത്. ഈ കേരളത്തിലെ മോളം ഇങ്ങോളം തെക്കൻ കേരളത്തിലായിക്കോട്ടെ വടക്കൻ കേരളത്തിലായിട്ട് ഏതാണ്ട് 250 പരം ദേവസ്ഥാനങ്ങൾക്ക് ഏതാണ്ട് 10-12,000 നാടൻ കവുങ്ങൻ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കാർഷിക സർവകലാശാലയും സെൻട്രൽ പ്ലാന്റേഷൻ പ്രൊഫസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലും അതാത് പ്രദേശത്തുള്ള നിങ്ങളുടെ തെയ്യം കൂട്ടായ്മകളും അല്ലെങ്കിൽ ഫോക്ലോർ അക്കാദമി, പുരാവസ്തു വകുപ്പ് ഒക്കെ കൂടി സംയോജിച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം. 2024 കമുക് തൈകൾ അവിടെ വിതരണം ചെയ്തു. അത് പടയണി ഭാഗത്ത് വിതരണം ചെയ്തു. ഇതാ ഇപ്പോഴും 2025 മാർച്ചിൽ നമ്മൾ ഇവിടെയും 1000 കമുക് തൈ വിതരണം ചെയ്യാണ്. 5000 കമുക് തൈ ഇന്നലെ ഫോക്ലോർ അക്കാദമിയിൽ വെച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞു. അവിടെ ഒരു 100 കാവുകളിലാണ് ഈ പറയുന്ന 50 തൈകൾ വെച്ച് അവിടെ വിതരണം ചെയ്തു. കമുകിൻ പാളകളെ ഓരോ കലാരൂപങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കുവാൻ വൈദഗ്ധ്യവും കരവിരുതും നല്ല പരിചയസമ്പത്തും ആവശ്യമാണ്. കമുകിൻ പാളകളിൽ നിന്നും വർണ്ണങ്ങളിൽ ചാലിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന വിവിധ രൂപങ്ങൾക്ക് പിന്നിൽ കലാകാരന്മാരുടെ വലിയൊരു കൂട്ടായ്മ കാണാം. ഈ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിന് കാർഷിക ഇടപെടലുകൾ അനിവാര്യമാണ്. അങ്ങനെ സുസ്ഥിരവും സമ്പന്നവുമായൊരു ആവാസ വ്യവസ്ഥയെ നമുക്ക് പടുത്തുയർത്താം.